എന്താണ് തേൻ? തേനീച്ചത് എവിടുന്നാണ് കിട്ടുന്നത്? പൂവിൽ നിന്ന്. ഒരു നിർബന്ധവുമില്ല. കേരളത്തിൽ ഇപ്പൊ കിട്ടുന്ന തേനുകളിൽ ഒരു 80% പൂവ് എന്നുള്ള തേനല്ല. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ ഇവിടെ വൻതേനീച്ചയുടെ പെട്ടികൾ എല്ലാവരും കൊണ്ട് വെക്കുന്നത് എവിടെയാ? റബ്ബർ തോട്ടത്തിലാ. എന്താ തെങ്ങും തോട്ടത്തിലോ ജാതി തോട്ടത്തിലോ തേയിലത്തോട്ടത്തിലോ നെൽപ്പാടത്തോ ഒന്നും വെക്കാതെ? കാപ്പിത്തോട്ടത്തിൽ പോലും വെക്കുന്നില്ല. റബ്ബർ തോട്ടത്തിൽ എല്ലാവരും വെക്കുള്ളൂ. എന്തേ കാരണം? റബ്ബറിന്റെ അടുത്താണ് ഏറ്റവും തേനുള്ളത്. അതുകൊണ്ടാണല്ലോ റബ്ബർ തോട്ടത്തിൽ വെക്കുന്നത്. റബ്ബറിന്റെ അടുത്താണ് ഏറ്റവും തേനുള്ളത്. അതുകൊണ്ടാണ് റബ്ബർ തോട്ടത്തിൽ വെക്കുന്നത്. റബ്ബറിന്റെ പൂവ് തേനൊന്നുമില്ല. റബ്ബറിന്റെ ഇലയിലാണ് തേൻ. അതിന് എക്സ്ട്രാ ഫ്ലോറൽ ഹണി എന്ന് പറയും. ഇലത്തേനാണ്. അതിൻ്റെ ഇല ഡിസംബറിൽ അത് മുഴുവൻ കൊഴിഞ്ഞ് തളർത്ത് ജാനുവരി ആയി കഴിഞ്ഞ് അതിനൊരു ആദ്യം ഒരു ഇളം മഞ്ഞ നിറവും പിന്നെ തിളങ്ങുന്ന പച്ച നിറവും വരുന്നൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഈ തണ്ടയിൽ നിന്ന് ഇങ്ങനെ 3 കതിർപ്പ് തിരിയുന്നിടത്ത് ഒരു ഫെബ്രുവരി 15 തീയതി ആകുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആ തണ്ട് ഇങ്ങ് താത്തിയിട്ട് നോക്കിയാൽ അതിലൊരു തുള്ളി തേൻ ഇങ്ങനെ വന്നിരിക്കും. നമുക്ക് തൊട്ടെടുക്കാം. അതിന് മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എടുത്ത് തോണ്ടിയാൽ നമ്മൾ വാഴക്കുടപ്പൻ വലിച്ചു കുടിക്കല്ലേ കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ഒരു തുള്ളി തേൻ അതില്ല എല്ലാ ഇലയിലും വന്നിരിക്കുന്നുണ്ടാവും. ഇതാണ് ലാർജ് സ്കെയിലിൽ നമുക്കിപ്പോൾ കിട്ടുന്ന തേൻ. അത് എക്സ്ട്രാ. അത് റബ്ബറെ മാത്രമൊന്നുമല്ല, മഹാഗണി, റബ്ബർ, മരുത്, ചില ഇനം വള്ളിച്ചെടികൾ, കപ്പ പോലെയുള്ള വിഭാഗത്തിൽ വരുന്ന ചെടികളിലൊക്കെ ഇലയിലും ഒക്കെ വെള്ളം തണ്ടയിലൊക്കെ ഈ തേൻ വരുന്നുണ്ട്. അത് തേനാണോ? അല്ല. പൂവിലിരിക്കുന്ന തേനാണോ? അല്ല. പൂവിലിരിക്കുന്ന എന്താണ്? മധുവാണ്, നെക്ടറാണ്. എന്താണത്? ചെടി അതിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കുന്ന പഞ്ചസാര ലായനിയാണത്. ചില ചെടി അത് പൂവിലോട്ട് കൊടുക്കും, ചിലത് അത് ഇലയിലോട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. ചെടിയിൽ നിന്ന് വരുന്ന പഞ്ചസാര ലായനിയാണ് ഇതെല്ലാം. ഇത് തേനീച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഈ മഴക്കാലത്ത് ഈ ചക്കയെല്ലാം ഇവിടെ പറമ്പിൽ ഇങ്ങനെ പൊട്ടിച്ചെതറി കിടക്കുന്ന സമയത്ത് തേനീച്ച വരുന്നില്ലേ? പൊതിഞ്ഞിരിക്കണില്ലേ? എന്തിനാ അത്? അതിന് മധുരം എടുക്കാൻ. അപ്പം ലോകത്ത് എവിടെ മധുരം ഉണ്ടെങ്കിലും തേനീച്ചെടുക്കും. ഇപ്പൊ നിങ്ങൾ ഈ തീറ്റ ഇല്ലാത്ത സമയത്ത് ഈ ഗ്ലാസ്, പേപ്പർ ഗ്ലാസ് കൊണ്ട് പുറത്തിട്ടാ അതിൻ്റെ ആ ചായ ഗ്ലാസ് എന്നും തേനീച്ച വരും, മധുരം ഉള്ളതുകൊണ്ട്. അപ്പം പ്രകൃതിയിൽ എവിടെ മധുരം ഉണ്ടെങ്കിലും തേനീച്ചത് എടുക്കും, വലിക്കും, കുടിക്കും. അത് കൊതുക് രക്തം വലിക്കുന്നത് പോലെ അതുകൊണ്ട് വലിച്ചു കുടിക്കുന്നത് നമുക്ക് കാണാം. അത് കുടിച്ചാൽ എന്ത് സംഭവിക്കും? അത് കുടിച്ചാൽ കോഴി ഗോതമ്പ് തിന്നുമ്പോൾ അതിന്റെ തീൻ സഞ്ചിയിലേക്ക് ഗോതമ്പ് നമുക്ക് തൊട്ട് നോക്കിയാൽ അതുപോലെ അതിന്റെ തേൻ സഞ്ചിയിലേക്ക് പോകും. തേനീച്ചയുടെ തേൻ സഞ്ചിയിലേക്ക്, ക്രോപ്പ് എന്ന് പറയും, ഹണി സാക്ക്. അവിടെ വെച്ച് ദഹനരസങ്ങൾ അതിലേക്ക് സ്രവിക്കും. അതിലെ കോംപ്ലക്സ് ആയിട്ടുള്ള പഞ്ചസാരയെ ദഹിപ്പിച്ച് ലഘു പഞ്ചസാരകളാക്കി മാറ്റും. എന്നിട്ട് അത് ശരീരം വലിച്ചെടുക്കും. ആവശ്യമുണ്ടെങ്കിൽ ഊർജ്ജത്തിന് വേണ്ടി അത് വലിച്ചെടുത്തിട്ട് പറക്കാനും നടക്കാനും ഓടാനും ചാടാനും ഒക്കെ തേനീച്ച ഉപയോഗിക്കും. അതിനുവേണ്ടിയാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ മിച്ചം ഉണ്ടെങ്കിലോ, ആ മിച്ചമുള്ള തീറ്റയായിട്ട് അത് കൂട്ടിലേക്ക് വരും. കൂട്ടിലേക്ക് വന്നിട്ട് അതങ്ങ് റിഗർഗിറ്റേറ്റ് നല്ല മലയാളത്തിൽ പറഞ്ഞാൽ കക്കുക, ഒമിറ്റ് ചെയ്യുക, ഛർദ്ദിക്കുക. അങ്ങ് ഛർദ്ദിക്കും. അപ്പോഴോ കൂടിനകത്തിരിക്കുന്നവർ വിശന്നിരിക്കുന്നവരുണ്ട്, അവർ വലിച്ചത് കുടിക്കും. അവരാ കൂട്ടിനകത്ത് ജോലി ചെയ്യാൻ വേണ്ട ഊർജ്ജത്തിന് വേണ്ടി ആ തേൻ ഉപയോഗിച്ച് പോകും. മിച്ചമൊന്നുമില്ല. എല്ലാവരും വയറ് നിറയെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കൊണ്ടുവന്ന് ഇങ്ങനെ കക്കി വെച്ചത് മിച്ചം ഉണ്ടെങ്കിലോ അത് സംഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അറകളിലേക്ക് അത് ഒഴിച്ചു വെക്കും. വൻതേനീച്ചയാണെങ്കിൽ റാഗലുണ്ടാകും, അതിനകത്തോട്ട് ഒഴിച്ചു വെക്കും. ചെറുതേനീച്ചയാണെങ്കിൽ മെഴുകൊണ്ടുള്ള ഭരണികളുണ്ട്, കുടങ്ങളുണ്ട്, അതിലേക്ക് ഒഴിച്ചു വെക്കും. അതിലേക്ക് ഒഴിച്ചു വെച്ചാലോ അത് വെള്ളമാണ്, മധുരമുള്ള പഞ്ചസാര വെള്ളം. അത് അതിനകത്ത് കുറേ ഉമിനീരോ അല്ലെങ്കിൽ ദഹിപ്പിച്ച ഘടകങ്ങളൊക്കെ ഉണ്ടാവും, ലഘു പഞ്ചസാരകളുമാണ് അതിനകത്തുള്ളത്. അത് ഇരുന്നാൽ പുളിച്ചു പോകും. ജലാംശം കൂടി ഒരു സാധനം പുറത്തിരുന്നാൽ എന്ത് സംഭവിക്കും? പുളിച്ചു പോകും. അത് പുളിച്ചു പോകുന്ന തേനീച്ച അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്യും? തേനീച്ച അതിനകത്ത് ചിറകടിച്ച് ഊഷ്മാവ് ഉയർത്തി അതിന്റെ ജലാംശത്തെ ബാഷ്പീകരിച്ച് കളയും, ആവിയാക്കി കളയും. നന്നായിട്ട് കാറ്റടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ഒരു സാധനം ഉണങ്ങും. നമ്മൾ ചെയ്യുന്ന സംഗതി തന്നെയാണ്. അത് തേനീച്ച കൂടിനകത്ത് ചെയ്യും. കൂടിനകത്ത് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ജലാംശം ബാഷ്പീകരിച്ചു. അങ്ങനെ ബാഷ്പീകരിച്ച് ഒരു 80% ജലാംശം ഉണ്ടായിരുന്ന ഈ പഞ്ചസാര ലായനിയിലെ ജലാംശം കുറഞ്ഞ് അത് 18-നും 24-നും ഇടയ്ക്കായെന്ന് തേനീച്ചയ്ക്ക് ബോധ്യം വരുമ്പോൾ തേനീച്ച ആ അറയങ്ങ് അടച്ചു വെക്കും. വൻതേനീച്ചയായാലും ചെറുതേനീച്ചയായാലും ഇറ്റാലിയൻ തേനീച്ചയായാലും പെരുതേനീച്ചയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ചെയ്തു. ആ അടച്ചു വെച്ച് കഴിയുമ്പോഴാണ് അത് പക്വമായ തേനാകും. ദാറ്റ് ഈസ് മെച്യൂർ ഹണി. അപ്പോഴേ തേനായുള്ളൂ. അതിന് മുമ്പ് വരെ അത് എന്താണ്? പഞ്ചസാര ലായനിയാണ്. അടച്ചു കഴിഞ്ഞാൽ എന്തായി? അത് തേനീച്ച തേനാക്കി മാറ്റി. ഇപ്പൊ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര ലായനിയെ കുടിച്ച് ദഹിപ്പിച്ച് ഛർദിച്ച് ജലാംശം വറ്റിച്ച് അടച്ചാണ് അത് തേനാക്കുന്നത്. അപ്പോഴേ തേനാവുന്നു. ഈ തേനോ അത് എത്ര കാലം ഇരുന്നാലും കേടാവില്ല. എത്ര കാലം എത്ര കാലമാണ്? ലോകത്ത് ഇത്രയേറെ കാലം ഇരിക്കുന്ന വേറൊരു ഭക്ഷ്യവസ്തുവില്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് പിരമിഡുകൾക്കുള്ളിൽ അടച്ചു വെച്ചിരിക്കുന്ന കളിമൺ പാത്രങ്ങളിൽ ഇരുന്ന തേൻ സ്റ്റിൽ ഇറ്റ് ഈസ് എഡിബിൾ. ഇപ്പോഴും അത് ഭക്ഷ്യയോഗ്യമാണ്. ലോകത്ത് അങ്ങനെ വേറൊരു ഭക്ഷ്യവസ്തു ഇല്ല.